കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിക്കുകയും അതീവ ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്ത ഒന്നായിരുന്നു കാർ കത്തി ഗർഭിണിയായ യുവതി മരിച്ച വാർത്ത. ഉദരത്തിൽ ഒരു ജീവൻ്റെ തുടിപ്പുമായി നാളെയുടെ മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടിരുന്ന 6 മാസം ഗർഭിണിയായ സോനയാണ് ആളിപ്പടർന്ന തീയിൽ വെന്തു മരിച്ചത്. എന്നാൽ നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഈ ദാരുണമായ ദുരന്തത്തിന് പിന്നിൽ ഇപ്പോൾ വലിയ ദുരൂഹതകളും ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. തുടക്കത്തിൽ തന്നെ സോനയുടെ കുടുംബം ഈ മരണത്തിൽ വലിയ ദുരൂഹത ആരോപിച്ചിരുന്നു. സോനയുടെ ഭർത്താവ് രജൻലാലും അപകടത്തിൽ പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭർത്താവിനെ കേന്ദ്രീകരിച്ചാണ് ആദ്യം അന്വേഷണം മുന്നോട്ട് പോയതെങ്കിലും പിന്നീട് കേസിന്റെ ഗതി ആകെ മാറി മറിയുകയായിരുന്നു. ഒരു പെട്രോൾ പമ്പിൽ നിന്നും സോന നേരിട്ടെത്തി പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പിന്നീട് കത്തിയ കാറിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ ഈ പെട്രോൾ ക്യാനിൻ്റെ മൂടിയും കണ്ടെത്തുകയുണ്ടായി. ഇതോടെ കാറിന് സ്വാഭാവികമായി തീ പിടിച്ചതല്ലെന്നും കാറിനുള്ളിൽ പെട്രോൾ ഉപയോഗിച്ച് മനഃപൂർവ്വം തീ കൊളുത്തിയതാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സോന ഏറെ വാശി പിടിച്ച് ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കിയാണ് രജൻലാലുമായുള്ള വിവാഹം നടത്തിയത്. വിവാഹശേഷവും സോന ഭൂരിഭാഗം സമയവും സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. 1 മാസം മുൻപ് മാത്രമാണ് ഇരുവരും ഒരുമിച്ച് താമസം തുടങ്ങിയത്. എന്നാൽ അവർക്കിടയിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നതായി പോലീസ് വ്യക്തമാക്കുന്നു. ഉദരത്തിലുള്ള കുഞ്ഞിനെ പോലും ഓർക്കാതെ സോന തന്നെയാണ് ഈ അപകടം ആസൂത്രണം ചെയ്തതെന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഭർത്താവ് രജൻലാലിന് പങ്കില്ലെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും അദ്ദേഹത്തിൻ്റെ മൊഴി വീണ്ടും പോലീസ് വിശദമായി രേഖപ്പെടുത്തും. ഇരുവരുടെയും ഫോൺ കോളുകളും സന്ദേശങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തൻ്റെ ഉള്ളിൽ വളരുന്ന ആ പിഞ്ചു കുഞ്ഞിനെയോർത്ത് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഇത്രയും ക്രൂരമായ ഒരു അവസ്ഥയിലേക്ക് സോനയെ നയിച്ച ആ മാനസിക വിഷമം എന്തായിരുന്നു, എന്തിനായിരുന്നു ആ പെൺകുട്ടി ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്തത്? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി അന്വേഷണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. അവന് സംശയങ്ങളൊക്കെ ഉണ്ട്. DNA ടെസ്റ്റൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു അവളോട്. അത് അവൾക്ക് കൂടുതൽ വിഷമങ്ങൾ വന്നിട്ടുണ്ട്. നല്ലൊരു വിഷമം കൂടുതൽ അനുഭവിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ സാധാരണ ഒരു ഭാര്യയും ഭർത്താവും ഇതിലല്ല അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അനിയൻ്റെ വിവാഹത്തോടാണ് ഇവൻ പരിചയപ്പെടുന്നത്. ആ പരിചയം ഒരു പ്രണയത്തിലേക്ക് എത്തിയെന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവളെയും പിന്നെ ഒഴിവാക്കി വേറൊരു വിവാഹത്തിന് പിന്നെ ഇത് ചെയ്തു, അതായത് നിശ്ചയിച്ചു. അത് സോന അറിഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വടകര പോയി. അവിടെ നിന്നാണ് വടകര സംശയമായിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടപ്പോൾ പോലീസ് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ മോളുണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളോട് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ പോയി പറഞ്ഞ് പിന്നെ നിങ്ങൾ പേരൻ പ്രപ്പോസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. അങ്ങനെ അവിടെയാണ് പരാതി കൊടുക്കുന്നത് ഇവൻ്റെ പേരിൽ.